സ്വതന്ത്ര ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഐക്യ ട്രേഡ് യൂണിയന്റെ താലൂക്ക് തലയോഗം ചേർന്നു. കെട്ടിട നിർമ്മാണി തൊഴിലാളി പെൻഷൻ പറ്റുന്നവരെ കേരള സർക്കാർ വഞ്ചിച്ചുവെന്ന് യോഗം ആരോപിച്ചു. മുടങ്ങിയ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും ഇല്ലാത്തപക്ഷം കോതമംഗലം PWD ഓഫീസിനു മുൻപിൽ കൂട്ട ധർണ നടത്തുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ പറ്റുന്ന പെൻഷൻകാർക്ക് 18 മാസത്തെ കുടിശ്ശിക പെൻഷൻ നൽകാതെ കേരള സർക്കാർ വഞ്ചിക്കുകയാണെന്നും എത്രയും വേഗം പെൻഷൻ കുടിശ്ശിക കൊടുക്കുവാൻ സർക്കാരും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡും തയ്യാറാകണമെന്നും നിർമ്മാണ തൊഴിലാളി ഐക്യസമിതി ട്രേഡ് യൂണിയൻ കോതമംഗലത്ത് ആവശ്യപ്പെട്ടു. 2024 നവംബർ മാസം മുതൽ അപേക്ഷകർക്ക് പെൻഷനും അംശാദായവും നൽകിയിട്ടില്ല. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് PWD ഓഫീസിന് മുന്നിൽ കൂട്ടധർണ വരും ദിവസങ്ങളിൽ നടത്തുമെന്നും സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി. 18 മാസത്തെ പെൻഷൻ, ഒരു മാസത്തെ പെൻഷന് വേണ്ടി ഒരു അമ്മ, ഒരു അച്ഛൻ, ഒരു മുത്തച്ഛൻ അനുഭവിക്കുന്ന പ്രയാസം, അത് കിട്ടിയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ, അത് കിട്ടിയിട്ട് വേണം ഒരു മരുന്ന് വാങ്ങാൻ. ഇത് അക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണം, ഈ പെൻഷൻ കൊടുക്കണം. ജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം AC രാജശേഖർ ഉദ്ഘാടനം ചെയ്തു. ആന്റണി കോട്ടപ്പടി, സുരേഷ് ആലപ്പാട്ട്, VM സുഗതൻ, ഓമന ചെലപ്പൻ, ജാനകി ശങ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.